അവൾ പറഞ്ഞു. മിണ്ടാതിരിക്ക്, ഞാൻ റൊട്ടിയുടെ കഷ്ണങ്ങൾ മുറിക്കട്ടെ. റോസ്, നീ യാത്ര തിരിക്കുകയാ. റോട്ടുണ്ട ആശുപത്രിയിൽ ഒരു ബിരുദ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യുവാവായൊരു ഡോക്ടർ ഡബ്ലിനിൽ എത്തിയത്. അങ്ങനെയാണ് അയാൾ റോസ് ഡോണിഗനെ കണ്ടുമുട്ടിയത്. ലോഗ്രൻ നിരത്തിൽ ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് പൊതു ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിക്കുകയായിരുന്നു അവൾ. 9 മാസം പ്രായമുള്ള ആ കുട്ടി അവളുടെ വസ്ത്രങ്ങൾ കുറഞ്ഞ ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. ഒരു കീറിയ ഷാൾ കൊണ്ട് അതിനെ അവളുടെ ശരീരത്തോട് ചേർത്ത് കെട്ടിയിരുന്നു. അവളുടെ കടും നീല കണ്ണുകൾ ആ മുഖത്തേക്കാളും വലുതായിരുന്നു. 5നും 9നും മധ്യേ പ്രായമുള്ള മറ്റു 3 കുട്ടികൾ അവളുടെ ഉടുപ്പിൽ പിടിച്ചു നിന്നിരുന്നു. അവരുടെ മുഖഛായയും തലമുടിയുടെ നിറവും അവർ ഡോണിഗന്മാർ ആണെന്ന് വിളിച്ചോതിയിരുന്നു. അവളുടെ അസുഖകരമായ പശ്ചാത്തലവും നോട്ടത്തിന്റെ തെളിച്ചവും തമ്മിലുള്ള അന്തരം അപരിചിതയായ ഈ കൊച്ചു പെൺകുട്ടിയെക്കുറിച്ചുള്ള അയാളുടെ ജിജ്ഞാസ വർദ്ധിപ്പിച്ചു. അയാൾ അവൾക്ക് സുപ്രഭാതം ആശംസിക്കാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾക്കു ശേഷം ഈ അഭിവാദ്യം അവളിൽ സങ്കോചത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി ജനിപ്പിച്ചു. മെല്ലെ അയാൾ അവളുമായി സൗഹൃദത്തിലായി. അവളുടെ സങ്കോചം എളുപ്പത്തിൽ മറികടക്കാനാവുന്ന ഒന്നായിരുന്നില്ല. റോസിനും അവളുടെ 3 സഹോദരങ്ങൾക്കും ശിശുവായ മൈക്കിളിനും അവരുടെ അമ്മയെ 8 മാസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. അവർ ലോഗ്രൻ നിരത്തിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു വീടിന്റെ അടിത്തട്ടിൽ പിതാവായ ഡാനി ഡോണിഗനോടൊത്താണ് താമസിച്ചിരുന്നത്. ഒരു തുറമുഖ തൊഴിലാളിയായിരുന്ന ഡാനി ക്ഷീണിതനും നല്ല പ്രകൃതമുള്ള ആളുമായിരുന്നു. മിതഭാഷിയായിരുന്ന അയാൾ തന്റെ സമയവും പണവും മുഴുവൻ അടുത്തുള്ള ഷംറോക്ക് ബാറിലായിരുന്നു ചിലവഴിച്ചിരുന്നത്. അങ്ങനെ കുടുംബം നോക്കേണ്ട ബാധ്യത റോസിനായിരുന്നു. 2 ചെറിയ മുറികൾ വൃത്തിയാക്കിയിടേണ്ടതും തന്റെ പിതാവിനെ സംരക്ഷിച്ച് വരുമാനത്തിന്റെ മിച്ചം സൂക്ഷിച്ച് പാചകം ചെയ്ത് കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും അവൾക്കുണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള കരുതൽ റോസിനുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരേക്കാളും അധികമായി അവൾ സഹോദരൻ മൈക്കിളിനെ സ്നേഹിച്ചിരുന്നു. വെയിലുള്ളച്ചകളിൽ അവൾ അവനെ എടുത്തുകൊണ്ട് ഫിനിക്സ് പാർക്കിന്റെ അതിർത്തി വരെ ചെല്ലും. അവന്റെ ഭാരം കാരണം അവൾ ഇടറിയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ അതവളെ ബാധിച്ചില്ല. ഒന്നും അവളെ ബാധിച്ചില്ല. ആളുകൾ നിറഞ്ഞ നിരത്തിലൂടെ ഏതോ കാര്യം സാധിക്കാനായി നിശ്ചയദാർഢ്യത്തോടെ അവൾ പോകുന്നത് അയാൾ കണ്ടു. അത് കശാപ്പുകാരനോട് വിലപേശാനോ വീണ്ടും റൊട്ടി കടം തരാൻ കടക്കാരനെ നിർബന്ധിക്കാനോ ആയിരുന്നു. അവളുടെ അത്യുത്സാഹം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. അവൾക്ക് ചുറ്റുമുള്ള കാഴ്ചകളുടെ നേർക്ക് അവൾ കണ്ണടച്ചിരുന്നില്ല. ഒരു ചേരി പ്രദേശത്തുള്ള കുട്ടിയുടെ അടിസ്ഥാന വിജ്ഞാനം അവൾക്കുണ്ടായിരുന്നു. ജീവിതത്തിന്റെ കടുത്ത ദുരൂഹതകളുടെ ജ്ഞാനം അവൾക്കുണ്ടായിരുന്നു. ഒപ്പം ദൈവീകമായ ഒരു നിഷ്കളങ്കതയും. ആ വിടർന്ന ചിന്താദീപ്തമായ കണ്ണുകളിൽ യുഗങ്ങളുടെ ജ്ഞാനം ഒളിപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ കൂടുതലായി ആഴമേറിയ സ്നേഹവും നിറഞ്ഞിരുന്നു. ആ കുട്ടിയോട് അയാൾക്കുണ്ടായിരുന്ന വാത്സല്യം പിന്നീട് ഒരു കരുതലായി മാറി. അവൾക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അയാൾക്ക് തോന്നി. യാദൃശ്ചികമായി അവളുടെ പിറന്നാൾ എന്നാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ ഒക്കോണിൽ നിരത്തിൽ ഒരു തുണിക്കടയിൽ നിന്നും അവൾക്കൊരു പാർസൽ കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പുതിയ വസ്ത്രവും യോജിക്കുന്ന ഷൂസും സ്റ്റോക്കിൻസും ധരിച്ച അവളെക്കുറിച്ച് സങ്കല്പിക്കുന്നത് സുഖകരമായിരുന്നു അയാൾക്ക്. കുറച്ചു ദിവസം ആ വഴിക്ക് പോവാതെ ഞാൻ മാറി നിൽക്കട്ടെ. ഞാൻ കൊടുത്ത പുതിയ വസ്ത്രം ധരിച്ച് പുതിയ ഷൂസുകൾ കൊണ്ട് കോണിപ്പടികളിൽ ശബ്ദമുണ്ടാക്കി ഞായറാഴ്ച കുർബാനയ്ക്ക് വരും. അയാൾ രഹസ്യമായി ചിരിച്ചു. എങ്കിലും പിറ്റേ തിങ്കളാഴ്ച അവളെ കണ്ടപ്പോൾ അവൾ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോഴും കീറിയ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. ആ കീറിയ ഷോൾ കൊണ്ട് ആ കുഞ്ഞു കുട്ടിയെ അവളോട് ചേർത്ത് ബന്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ വാങ്ങിത്തന്ന പുതിയ വസ്ത്രങ്ങൾ എവിടെ? അയാൾ പൊട്ടിത്തെറിച്ചു. അവൾ അടിമുടി ചുവന്നു. എന്നിട്ട് ചോദിച്ചു, അത് നിങ്ങളായിരുന്നുവോ? ഒരു നീണ്ട മൗനത്തിനു ശേഷം അയാളെ നോക്കാതെ അവൾ കൂട്ടിച്ചേർത്തു, അവ പണയം വെച്ചിരിക്കുക. വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. മൈക്കിളിന് പാല് വാങ്ങേണ്ടിയിരുന്നു. അയാൾ അവളെ നിശബ്ദമായി തുറിച്ചു നോക്കി. പാവം, എല്ലാം ത്യജിക്കുന്നവൾ അവൾക്കുള്ളതെല്ലാം അവളുടെ ഓമനയായ കൊച്ചു സഹോദരന് നൽകും. എന്തൊരു സ്നേഹം എന്നും അയാൾക്കറിയാമായിരുന്നു. അവൾ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടതുകൊണ്ട് സഹതാപത്തിന്റെ ഒരു പുതിയ തിര അയാളെ പൊതിഞ്ഞു. ലോഗ്രൻ നിരത്തിലെ പള്ളിയുടെ ചുമതലക്കാരനായ ഫാദർ വാൽഷിനെ പിറ്റേന്ന് അയാൾ പോയി കണ്ടു. റോസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിച്ചു. അയാൾ പേക്ഷ അറിയിച്ചപ്പോൾ അദ്ദേഹം കുറച്ചുനേരം ചിന്തിച്ചിട്ട് സമ്മതം മൂളി. നിങ്ങൾക്ക് അവളെ നിർബന്ധിക്കേണ്ട ഒരു ജോലിയുണ്ട്. അയാളെ യാത്രയാക്കാൻ മുറിയുടെ വാതിൽക്കൽ വരെ വന്നപ്പോൾ ഫാദർ വാൽഷൻ അയാളെ വിശ്വാസമില്ലാതെ ചിരിച്ചു. അവൾ ഒന്നാം തരം ഒരു അമ്മയാണ്. അതാണ് അവളുടെ ജീവിതത്തെ നിറയ്ക്കുന്ന ശക്തി.
കുറേ കത്തുകൾ അയച്ച് ഒരാഴ്ചയ്ക്കു ശേഷം അയാൾ നിശ്ചയദാർഢ്യത്തോടെ ലോക്രം നിരത്തിൽ ചെന്നു. അവളുടെ സഹോദരങ്ങൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയായിരുന്നു. വ്യാകുലത നിറഞ്ഞ ദേഷ്യത്തോടെ അവൾ പറഞ്ഞു, മിണ്ടാതിരിക്ക്, ഞാൻ റൊട്ടിയുടെ കഷ്ണങ്ങൾ മുറിക്കട്ടെ. റോസ്, നീ യാത്ര തിരിക്കുകയാ. അയാൾ പറഞ്ഞു.